ഏർലി ബേർഡ് വേഴ്സസ് നൈറ്റ് ഔൾ ആരാണ് മികച്ചത്? ഇന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ പല ബുക്കുകളിലും കേൾക്കാറുണ്ട്, ജീവിതത്തിൽ ജയിച്ചിട്ടുള്ളവരൊക്കെ അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ് എന്ന്. എന്നാൽ അത് മാത്രം ആണോ ശരി? നേരത്തെ എണീറ്റാലുള്ള 5 ഗുണങ്ങൾ ആദ്യം നോക്കാം. 1. റൈസ് ഏർലി. ഈ ലോകം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനു മുൻപേ നിങ്ങൾ ഉണർന്നു നിങ്ങളുടെ പ്രവൃത്തി ആരംഭിക്കും. അതിലൂടെ നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ മുൻപേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2. ബിഗസ്റ്റ് ടാസ്ക്. രാവിലെ എണീക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ബ്രെയിനിനു കൊടുക്കുന്ന സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്ത എനിക്ക് ബാക്കിയുള്ളത് എളുപ്പം ആവും എന്നാണ്. 3. സോഷ്യലി ഫേവേർഡ് ഷെഡ്യൂൾ. നമ്മുടെ സമൂഹം ഫോളോ ചെയ്യുന്ന ടൈം ഷെഡ്യൂൾ ആയതിനാൽ ജോലിക്കാർക്കും മറ്റും രാവിലെ എഴുന്നേൽക്കുന്ന രീതിയാണ് ബെറ്റർ. 9 to 5 ജോലികൾ ചെയ്യുന്നവർക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ ആ ദിവസം ഉന്മേഷത്തിലൂടെ തുടങ്ങാൻ സാധിക്കുന്നു. 4. മോർ ടൈം ഫോർ യുവർ സെൽഫ്. അതിരാവിലെ നിശബ്ദവും സമാധാനപരവുമാണ്. ഇനി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തടസ്സമില്ലാത്ത സമയം നൽകുന്നു. മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ്, ജേർണലിംഗ് ഓർ റീഡിംഗ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, ഗോൾ സെറ്റിംഗ്. 5. ബെറ്റർ എക്സ്പോഷർ ടു നാച്ചുറൽ ലൈറ്റ്. നേരത്തെ സൂര്യപ്രകാശം ലഭിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ സർക്കേഡിയൻ റൈറ്റ്മ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. സെറോഡോണിൻ ഉൽപാദനത്തിലൂടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് നൈറ്റ് ഔൾ അല്ലെങ്കിൽ താമസിച്ചു ഉറങ്ങുന്നവരുടെ കാര്യം നോക്കിയാലോ. വൈകി ഉറങ്ങാൻ പോകുന്നതും വൈകി എഴുന്നേൽക്കുന്നതും ആയ ജീവിതശൈലിയുടെ ഗുണങ്ങൾ ഇതാ. 1. ഫ്യൂവർ ഇന്ററപ്ഷൻസ് അറ്റ് നൈറ്റ്. വൈകിയ രാത്രികൾ കൂടുതൽ ശാന്തമായിരിക്കും. ഇമെയിലുകൾ, ഫോൺ കോളുകൾ, മീറ്റിംഗുകൾ എന്നിവയില്ല. ആഴത്തിലുള്ള ജോലിയിലോ പഠനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എളുപ്പമാണ്. 2. മോർ കൺട്രോൾ ഓവർ റുട്ടീൻ. നിങ്ങളുടെ സമയം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചിലവാക്കാൻ സാധിക്കുന്നു. ആരുടെയും ശല്യം ഇല്ലാതെ ശാന്തമായ ചുറ്റുപാടിൽ നിങ്ങളുടെ ജോലികൾ ചെയ്ത് തീർക്കാൻ കഴിയും. 3. യു അവോയ്ഡ് ദ മോർണിംഗ് കെയോസ്. തിരക്കുള്ള ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാവും ആരംഭിക്കുക? ബ്രേക്ക്ഫാസ്റ്റ് വെക്കണം, കുളിക്കണം, ഡ്രസ് തേക്കണം, ട്രാഫിക്, പ്രഷർ. എന്നാൽ നൈറ്റ് ടൈമിൽ ആക്റ്റീവ് ആയി ജോലികൾ തീർക്കുന്നവർക്ക് ഈ വക ടെൻഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്നു. 4. കംഫർട്ട് ഇൻ സോളിറ്റ്യൂഡ്. ഒട്ടുമിക്ക നൈറ്റ് ഔൾ ആയിട്ടുള്ള ആൾക്കാർ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആയിരിക്കും. അവർ കോഡിംഗ്, ഡിസൈനിങ് എന്നീ മേഖലകളിൽ ഒറ്റയ്ക്കിരുന്നു ജോലി തീർക്കാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായും പ്രൊഡക്റ്റീവ് ആകാൻ അവർ രാത്രിയെ ഉപയോഗിക്കുന്നു. 5. ടെൻഡൻസി ടുവേർഡ് ഇൻഡിപെൻഡൻസ്. ഇവർ പലപ്പോഴും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ആണ്. ഒരു യൂൻട്രപ്രന്യൂവർ മൈൻഡ് സെറ്റ് ഉള്ളവർ കൂടുതലായും രാത്രി ഉപയോഗപ്രദമാണ് ചിലവഴിക്കുന്നത്. ഇനി ഇത് രണ്ടിലും നല്ലത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ട് എന്നാണ്. നിങ്ങൾക്കു എന്നും ഒരു 7 മുതൽ 9 മണിക്കൂർ ഉറക്കം കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ റെസ്റ്റ് കിട്ടുക എന്നതാണ് പ്രധാനം. ഇനി രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു, അല്ലെങ്കിൽ ക്ഷീണം ആണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനമായി, ആരാണ് മികച്ചത്? ഏർലി ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ? ശരിയായ ഉറക്കവും വ്യായാമവും സൂര്യപ്രകാശവും കിട്ടുക എന്നതാണ് പ്രധാനമായ കാര്യം. അതുപോലെ നിങ്ങളുടെ സർക്കേഡിയൻ റിതം എന്നത് നമ്മുടെ ശരീരത്തിന്റെ 24 മണിക്കൂർ ബയോളജിക്കൽ ക്ലോക്ക് ആണെന്ന് പറയാം. എല്ലാ ദിവസവും ഒരേ സ്ലീപ്പ് സൈക്കിൾ ഫോളോ ചെയ്തു സർക്കേഡിയൻ റിതം കറക്റ്റ് ആകുകയും വേണം. മെന്റൽ അനയുണിന് അടിയന്തര പ്രാധാന്യം കൊടുക്കണം. ഒരാൾക്ക് ശരിയായ ഉറക്കവും വർക്ക് ലൈഫ് ബാലൻസും ഇല്ലെങ്കിൽ സമയം എപ്പോൾ ആണെന്ന് കാര്യമില്ല, അവരുടെ ഔട്ട്പുട്ട് കുറയും.